പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നു. പ്രവീൺ പുരുഷോത്തമൻ ഇപ്പോൾ ആരുടെ ഉള്ളതെന്ന് അറിയാമോ? ഇന്നലെ കോന്നിയിലെ പ്രചരണ വേദിയിൽ മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദിയിൽ ഒരു ചോദ്യം വരുന്നു. ഒരു ചോദ്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് നമുക്ക് മുഖ്യമന്ത്രിയുടെ ശബ്ദത്തിലൊന്ന് കേട്ടാലോ? യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. ഇതായിരുന്നു ആ ചോദ്യവും ആ ചോദ്യത്തിലുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയും. അതങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ളത്. ഇതേ ശബ്ദത്തിൽ ഇപ്പൊ മറ്റൊരാൾ നമ്മളോട് പറയും. എന്താ നമ്മുടെ പേര്? എന്റെ പേര് പ്രജിത്ത് കുഞ്ഞിമംഗലം. പ്രജിത്ത് ഒന്ന് പറഞ്ഞേ. അതൊക്കെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അതൊക്കെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ളതായിരുന്നു. അതിപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയോട് ആ ചോദ്യം ചോദിച്ചയാളെ ഞങ്ങൾ തെരഞ്ഞു. പ്രവീൺ പുരുഷോത്തമൻ കണ്ടെത്തിയിട്ടുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ ആ ചേട്ടനൊപ്പം ഉണ്ട്. പ്രവീൺ, ഗുഡ് മോർണിംഗ് പ്രവീൺ. നമ്മുടെ ആ ചേട്ടൻ ഇന്നലെ സങ്കടമല്ലോ ഉണ്ടായോ? ആ ചേട്ടൻ എന്തിനാണ് ഇന്നലെ ആ സമയത്ത് മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ചോദിച്ചത്? പെട്ടെന്ന് ചോദിക്കണമെന്നുള്ള ആഗ്രഹം വന്നുകൊണ്ടാണോ അതോ അദ്ദേഹത്തിന് എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യമുള്ളതാണോ? ഇപ്പൊ CPI ക്യാമ്പൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്, രാഷ്ട്രീയ ചോദ്യമായിരുന്നു എന്ന മട്ടിലാണ്. എന്താണ് അത് ചേട്ടന്റെ രാഷ്ട്രീയം? ചേട്ടൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ആ സമയത്ത് ചോദിക്കണമെന്ന് തോന്നിയത്? സങ്കടം ഉണ്ടായോ ചേട്ടന് മുഖ്യമന്ത്രി വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞപ്പോ? ഗുഡ് മോർണിംഗ് അരുൺ. സാധാരണ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമ്മേളനത്തിലൊക്കെ സംസാരിക്കുമ്പോൾ ചോദ്യങ്ങളൊന്നും ഉയരാറില്ല. പക്ഷേ ഇന്നലെ കോന്നിയിൽ സംഭവിച്ചത് മറ്റൊന്നാണ്. അതായത് മുഖ്യമന്ത്രി കേരളത്തിന്റെ വികസനത്തെപ്പറ്റി ഇന്നലെ കോന്നിയിൽ നടത്തിയ ഒരു പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയാണ്. കോന്നിയിലെ ഇടത് സ്ഥാനാർത്ഥി KU ജനീഷ് കുമാറിന്റെ പ്രചരണാർത്ഥമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ കോന്നിയിലേക്ക് എത്തിയത്. അപ്പോഴാണ് തീർത്തും അപ്രതീക്ഷിതമായി ഒരു ചോദ്യം എന്ന ഒരു വാക്ക് ആ സദസ്സിൽ നിന്ന് ഉയർന്നത്. അത് ചോദിച്ചത് ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഉറച്ച പാർട്ടി അനുഭാവിയാണ് ദാസ് പി ജോർജ്. അദ്ദേഹം ഇപ്പോൾ നമ്മോട് കൂടിയുണ്ട്. കോന്നി അട്ടച്ചാക്കൽ സ്വദേശിയാണ്. ഇന്നലെ ആ ശബ്ദം മാത്രമേ നമ്മൾ കേട്ടിരുന്നുള്ളൂ. സാധാരണ മുഖ്യമന്ത്രിയോട് അങ്ങനെ സദസ്സിൽ നിന്ന് ആരും ചോദ്യങ്ങൾ ചോദിക്കാറില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമെന്ന് മനസ്സിൽ തോന്നിയത്? അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആവേശം കൊണ്ട് കേട്ടുകൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിൽ എനിക്ക് തോന്നി ഭരണം ഉറപ്പായും കിട്ടിക്കഴിഞ്ഞാൽ. കാരണം ഞാൻ പേപ്പർ അല്ലെങ്കിൽ സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. CPMൻ്റെ ഒരു അനുഭാവിയാണ്, പ്രവർത്തകനാണ്. അന്നേരം എനിക്ക് തോന്നി കാരണം ഭരണം കിട്ടിക്കഴിഞ്ഞാൽ 20,000 കോടിയുടെ വികസനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മുന്നോട്ടുള്ള ഫണ്ട്, കിഫ്ബിയുടെ ഫണ്ട് കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുന്നു. മുന്നോട്ടുള്ള വികസനം എങ്ങനെ ചെയ്യും എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതായത് കേന്ദ്രം കേരളത്തിന് സഹായം നൽകുന്നില്ല, അതേസമയം തന്നെ മുഖ്യമന്ത്രിയുടെ മനസ്സിൽ വലിയ വികസന പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു പ്രതിസന്ധി എങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ തരണം ചെയ്യും CMA എന്നാണ് നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. അതെ, മുഖ്യമന്ത്രി അങ്ങനെ ഒരു മറുപടി പറഞ്ഞപ്പോൾ മനസ്സിൽ എന്തെങ്കിലും വിഷമം തോന്നിയോ? ഇല്ല, ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. അത് ഞാൻ പിന്നീട് ആലോചിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ പാടില്ലായിരുന്നു. അത് എൻ്റെ ഭാഗത്തെ പറ്റിയ തെറ്റാണ്. സാധാരണ മുഖ്യമന്ത്രിയുടെ ഒക്കെ പരിപാടിക്ക് വലിയ പോലീസ് സുരക്ഷയാണ്. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷം പോലീസ് അവിടേക്ക് വന്നോ? എന്തെങ്കിലും ചോദിച്ചോ അവർ? ഇല്ലില്ല, പ്രസംഗം പൂർണ്ണമായി കേട്ടതിന് ശേഷം അവിടുന്ന് ഞാൻ പോരുന്നത്. പോലീസിൻ്റെ ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ കാണാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കുക? മനസ്സിലുള്ളത് എന്താണ്? അല്ല, സാഹചര്യം കിട്ടിയാൽ എനിക്ക് ഇത് അറിയേണ്ടത് ഇത്രയും മാത്രമേ ഉള്ളായിരുന്നു. മുന്നോട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഫണ്ട്, കിഫ്ബിയുടെ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു, വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യും എന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതായിട്ടുള്ളായിരുന്നു. പാർട്ടി നേതൃത്വം എന്തെങ്കിലും പറഞ്ഞു? അവിടെ കോന്നിയാണ്, LDFന്റെ ഉറച്ച കോട്ടയാണ്. പാർട്ടി നേതൃത്വം എന്ത് പറഞ്ഞു അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിൽ? ആരും പാർട്ടി അങ്ങനെ ബന്ധപ്പെട്ടിട്ടില്ല. പിന്നെ നിങ്ങളെ പോലുള്ളവരാണ് വന്നിട്ടുള്ളത്. അവിടെ നമ്മൾ തുറന്നാണ് സംസാരിക്കുന്നത്. ഞാൻ ഇപ്പോഴും ഉറച്ച പാർട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതാണ് അരുൺ, ദാസ് പി ജോർജ് ശരിക്കും യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്. വലിയ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇനി തുടർഭരണം വരുമ്പോൾ കേന്ദ്രത്തിൽ നിന്നും കേന്ദ്ര ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അതെങ്ങനെ തരണം ചെയ്യും? അക്കാര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനോട് പ്രസംഗത്തിനിടെ അദ്ദേഹം ചോദിക്കാൻ ശ്രമിച്ചത്. അദ്ദേഹം പറയുന്നു ഉറച്ച പാർട്ടി അനുഭാവി തന്നെയാണ് അദ്ദേഹം. ഇവിടെ പുല്ല് വെട്ടുന്ന മെഷീനുണ്ട്. ആ മെഷീൻ അത് പ്രവർത്തിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത്. ഒപ്പം തന്നെ ഉറച്ച CPM അനുഭാവി കൂടിയാണ്. അരുൺ, അല്ല, ആ ചേട്ടന് നമ്മളുടെ ഒരു സ്നേഹം കൂടി അറിയിക്കണം. കാരണം ആ ചേട്ടൻ അങ്ങനെ ചോദിച്ചത് തെറ്റാണെന്ന് ആ ചേട്ടൻ പറയുന്നത്. അത് അങ്ങനെ പോട്ടെ.
പക്ഷേ ആ ചേട്ടന് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ധാരണയും പുല്ലുവെട്ടുന്ന മനുഷ്യനും കേരളത്തിൽ കിഫ്ബിയെക്കുറിച്ചും സർക്കാർ കേന്ദ്ര ഫണ്ട് തടഞ്ഞു വയ്ക്കുന്നു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഫണ്ട് തടഞ്ഞു വയ്ക്കുന്നു, കേരളം അതിനെതിരെ പൊരുതണ്ടേ എന്നൊക്കെയുള്ള രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യർ നിറഞ്ഞു നിൽക്കുന്ന ഒരു നാടാണല്ലോ എന്നുള്ളത് അത് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് എനിക്ക് തെറ്റുപറ്റി എന്നാണ്. ആ ചേട്ടൻ ഇപ്പോൾ പറഞ്ഞു എനിക്ക് തെറ്റുപറ്റി. ചോദ്യം സന്ദർഭത്തിന് യോജിച്ച ചോദ്യമായിരുന്നില്ല. പ്രസംഗിക്കുമ്പോൾ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള സന്ദർഭമല്ലല്ലോ. പക്ഷെ മറുപടി കുറച്ചുകൂടി ടാക്ടിക്കലാക്കാമായിരുന്നു. മുഖ്യമന്ത്രി അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് ഉത്തരം പറയുന്ന ഒരാളല്ലാത്തതുകൊണ്ട് അങ്ങനെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഉത്തരം പറഞ്ഞൊരു കക്ഷിയുണ്ട്, ഉമ്മൻചാണ്ടി. 2016 നമുക്ക് ആ മറുപടി കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ഉമ്മൻചാണ്ടി അന്ന് പറഞ്ഞത് ഇതേപോലെ ഒരു ചോദ്യം വരുന്ന സമയത്ത് കണ്ടിട്ട് വരാം. ഇതൊക്കെ അങ്ങനെയുള്ള വശവും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഒറ്റയടിക്ക് കൂട്ടാറുള്ളത്. മനുഷ്യര് രണ്ട് തരമാണല്ലോ, രണ്ട് രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്ന് മാത്രം. അപ്പോ ഈ രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും. അത് മനുഷ്യരുടെ ഒരു പ്രത്യേകതകളാണ്, ഓരോ സ്റ്റൈലിലാണ് പറയും. ഇപ്പൊ പ്രസംഗിക്കുന്നിടയിൽ ചില ആളുകൾ ഫ്ലോ തടസ്സപ്പെട്ടു പോയി, എന്റെ ഫ്ലോ അങ്ങ് പോയി എന്ന് പറയുന്നത് പോലെ അത്രയും അതിലെടുത്താൽ മതി എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കാര്യം ചോദ്യം ചോദിച്ചയാൾ പറയുന്നു എനിക്ക് അതിനകത്ത് സങ്കടമൊന്നുമില്ല, മാത്രമല്ല മുഖ്യമന്ത്രി പറഞ്ഞതാണ് ശരി, അതിനിടയ്ക്ക് അങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ മുഖ്യമന്ത്രി ആ പറഞ്ഞ ഫ്ലോയിലെ അതങ്ങ് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ അടുത്ത വാചകം അങ്ങ് പറഞ്ഞു തുടങ്ങി. അവിടെ നിർത്തുകയോ മറ്റു വേറെ രീതിയിൽ ശോഭിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയിലും പ്രകൃതത്തിലും ഒക്കെ വലിയ മാറ്റം വന്നു എന്ന് സാമൂഹ്യ മാധ്യമ ചർച്ചയൊക്കെ നടക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ മുഖ്യമന്ത്രി വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് എല്ലാ അഭിമുഖങ്ങളും ഒക്കെ കൊടുത്തത്. അതൊക്കെ പ്രേക്ഷകർ കണ്ടു.